ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ അടുത്ത സെക്ഷനിലുള്ള ക്വസ്റ്റ്യനാണ്. ഇതെന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ദ ഏജ് ഓഫ് അപ്പൂസ് മദർ ഈസ് നൗ 9 times ദാറ്റ് ഓഫ് അപ്പു. ഇപ്പം അപ്പൂൻ്റെ അമ്മേൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ അപ്പൂനേക്കാളും 9 തവണ കൂടുതലാണ്. ആഫ്റ്റർ 9 years, 9 വർഷം കഴിഞ്ഞതിന് ശേഷം, ഇറ്റ് വിൽ ബി 3 times അപ്പൂസ് ഏജ്. വാട്ട് ആർ ദെയർ ഏജ് നൗ? ഇപ്പം അപ്പൂൻ്റെ അമ്മേൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ അപ്പൂൻ്റെ വയസ്സിനേക്കാളും 9 പ്രാവശ്യമാണ്. ഇനി 9 years കഴിഞ്ഞാൽ അത് എത്ര തവണയാവും? 3 times ഓഫ് അപ്പൂസ് ഏജ് ആവും. അപ്പം ഇപ്പോഴത്തെ രണ്ടായും വയസ്സാണ് നമുക്ക് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ അമ്മേൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് നമുക്ക് പറയുന്നത്? ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പം അപ്പൂൻ്റെ അമ്മേൻ്റെ വയസ്സ് 9 times അപ്പൂൻ്റെ വയസ്സാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യമായിട്ട് എഴുതിയെടുക്കാം. ഇനി ആഫ്റ്റർ 9 years കഴിഞ്ഞാൽ എന്താവും? എനിക്കിപ്പം ഒരു 20 years ആണെന്നുണ്ടെങ്കിൽ 9 years കഴിഞ്ഞാൽ എനിക്കിപ്പോൾ 20 ആണ് വയസ്സെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഞാൻ എക്സ് ആക്കി എടുത്ത് 20 എന്നുള്ളത്. ഇനി 9 years കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ എഴുതുക? x+9, അതായത് 20 ആണെങ്കിൽ 20 + 9, 29 അല്ലേ ആവുക? അങ്ങനെയാണെങ്കിൽ അമ്മേൻ്റെ ഏജ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എം ആയിട്ടാണ്. അപ്പൂൻ്റെ ഏജ് എത്രയായിട്ടാണ് എടുത്തത്? എ ആയിട്ട്. നൗ ആണ് ഞാനിത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറഞ്ഞത് അമ്മേൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ അപ്പൂനേക്കാൾ 9 times ആണ്. 9 years കഴിഞ്ഞാൽ അമ്മേൻ്റെ ഏജ് എത്രയാവും? m+9 ആവും. അപ്പൂൻ്റെ ഏജ് എത്രയാവും? a+9 ആവും. ഓക്കെ, 9 years കഴിഞ്ഞാൽ അവരുടെ ഏജ് ഇതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇക്വേഷൻ ഉണ്ടാക്കാൻ എന്താ പറഞ്ഞു തന്നിരിക്കുന്നത്? ആഫ്റ്റർ 9 years ഇറ്റ് വിൽ ബി 3 times അപ്പൂസ് ഏജ്. അങ്ങനെയാണെങ്കിൽ 9 years കഴിഞ്ഞാൽ അപ്പൂൻ്റെ അമ്മേൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ 3 times അപ്പൂൻ്റെ ഏജ്. അപ്പൂൻ്റെ ഏജ് എത്രയാണ്? അപ്പൂൻ്റെ ഏജ് ആയിരിക്കും അപ്പൂൻ്റെ ഏജ് എന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. 9 years കഴിഞ്ഞാൽ അപ്പൂൻ്റെ ഏജ് എത്രയാണ്? 9 years കഴിഞ്ഞാൽ അപ്പൂൻ്റെ ഏജ് എത്രയാണ്? 3a+9 അല്ലേ? അപ്പം അമ്മേൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 3a+9 ആണ്. അമ്മേൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം? അമ്മേൻ്റെ ഏജും 9 yearsന് ശേഷം ഇങ്ങനെയല്ല എഴുതേണ്ടത്. 9 yearsന് ശേഷം ഇങ്ങനെയാണ്. ഓക്കെ, അമ്മേൻ്റെ ഏജ് 9 yearsന് ശേഷം m+9 ആയി. അതെന്ന് പറഞ്ഞാൽ 3 times അപ്പൂൻ്റെ ഏജ് ആയിരിക്കും. അപ്പൂൻ്റെ ഏജ് 9 yearsന് ശേഷം ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എം എന്ന് പറയുന്നത് ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ആക്കാം. ഇനി ഇതിൻ്റെ അകത്ത് എമ്മിൻ്റെ വാല്യൂ, അതായത് 9a, നമുക്ക് ഈ എം ഒഴിവാക്കണം. ഒരു വാല്യൂബിളെ ഒരു ഇക്വേഷനിൽ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എമ്മിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 9a കൊടുക്കാം. 9a+9 = 3 × a+9 അല്ലേ?